الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് രണ്ട് അവകാശങ്ങളാണ് നൽകിയത്, രണ്ട് സ്ഥാനമാനങ്ങളാണ് നൽകിയത് എന്ന് നാം വിശദീകരിക്കുകയുണ്ടായി. ഒന്ന് അൽ ഇൻസാനിയ, മനുഷ്യൻ എന്ന പദവി. രണ്ടാമത്തത് അൽ ഇസ്ലാമിയ, മുസ്ലിം എന്ന പദവി. അതെ, അല്ലാഹു തആല സൃഷ്ടികളെ കൂട്ടത്തിൽ ഒരുപാട് ആദരിച്ച സൃഷ്ടിയാണ് മനുഷ്യർ. വലഖദ് കറംനാ ബനി ആദം, ഖുർആന്റെ വാക്കാണ്. ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട് എന്ന്. മനുഷ്യർക്കാണ് ആദമിന്റെ സന്തതികൾ എന്ന് പറയുന്നത് എന്ന് നാം വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യനാകാനുള്ള ഷർത്ത്, ഒരു സൃഷ്ടി മനുഷ്യനിൽ പെടാൻ, ഒരു സൃഷ്ടി മനുഷ്യനാകാനുള്ള ഷർത്ത് എന്താണ്? അയ്യക്കൂന ആദമിയ, അവൻ ആദമിന്റെ സന്തതിയായിരിക്കുക എന്നുള്ളതാണ്. രണ്ട് കാലുണ്ട്, രണ്ട് കൈയുണ്ട്, നാവുണ്ട് സംസാരിക്കാൻ, കൈകൊണ്ട് വാരി തിന്നുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും മനുഷ്യൻ എന്ന തസ്തികയിൽ ഉൾപ്പെടണമെന്നില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ചൊരു സൃഷ്ടി മനുഷ്യനാകണമെങ്കിൽ, മനുഷ്യൻ എന്ന തസ്തികയിൽ ഉൾപ്പെടണമെങ്കിൽ രണ്ട് കാലും രണ്ട് കൈയും ഉണ്ടായാൽ പോരാ, കാലിൽ നീണ്ടു നിവർന്ന് നടന്നാ പോരാ, കൈകൊണ്ട് ഭക്ഷണം വാരി തിന്നുന്നവനായാൽ പോരാ, നാവുകൊണ്ട് സംസാരിക്കുന്നവനായാലും പോരാ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഉത്കൃഷ്ട സൃഷ്ടിയിൽ ഒരു സൃഷ്ടി പെടണമെങ്കിൽ അതിന് അള്ളാഹ് വെച്ച വ്യവസ്ഥിതി അയ്യക്കൂന ആദമിയ, അവൻ ബനു ആദമിൽപ്പെട്ടവനായിരിക്കണം, ആദമിന്റെ സന്തതികളിൽ പെട്ടവനായിരിക്കണം. അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ കാടുകളിലുള്ള ദിനോസറുകളെ സംബന്ധിച്ചോ, അതേപോലെ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിലെ ജർവകളെ സംബന്ധിച്ചോ, അവരൊക്കെ രണ്ട് കാലിൽ നടക്കുന്നവരാണ്, അവരൊക്കെ കൈകൊണ്ട് വാരി തിന്നുന്നവരാണ്, അവരൊക്കെ നാവുകൊണ്ട് സംസാരിക്കുന്നവരാണ്. അവരൊക്കെ മനുഷ്യനാണെന്നും പറഞ്ഞിട്ട് പിറകെ നടക്കേണ്ട ഒരു ഉത്തരവാദിത്തവും നമുക്കില്ല. കാടുകളിൽ ജീവിക്കുന്ന ജീവികൾ, രണ്ട് കാലിൽ നടക്കുന്ന ജീവികൾ, അതിന് ചിലപ്പോൾ ശാസ്ത്രനാമം പൗരാണിക മനുഷ്യരെന്നോ അല്ലെങ്കിൽ എന്താണ്
നാഗരികത പ്രാപിക്കാത്ത മനുഷ്യരെന്നൊക്കെ ശാസ്ത്രം പറയുമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് ആവശ്യമായ വ്യവസ്ഥിതികൾ പഠിപ്പിക്കാനുള്ള ഷർത്ത് എന്താണ്? ആ സൃഷ്ടി ആദമിന്റെ സന്തതിയായിരിക്കണം എന്നതാണ്. അതുകൊണ്ട് രണ്ട് കാലിൽ നടക്കുന്നവനാണെന്ന് പറഞ്ഞാൽ അവന്റെ പിറകെ ദേവത്വം എന്ന് പറഞ്ഞിട്ട് ഓടേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അതേപോലെ തന്നെ കൈകൊണ്ട് വാരി തിന്നുന്നവനാണ്, അതുകൊണ്ട് നമ്മളെപ്പോലത്തെ ഒരുത്തനാണ്, കോലം കണ്ടാൽ നമ്മളെപ്പോലെ തോന്നുന്നുണ്ടാവുന്നു വെച്ചാൽ അവന്റെ പിന്നാലെ നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആദമിന്റെ സന്തതിയായിരിക്കുക എന്നുള്ളതാണ് അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ ആ ആദരവിനെ ഷർത്താക്കി വെച്ചിരിക്കുന്നത്. എന്താ കാര്യം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിക്കാൻ ഉപയോഗിച്ച പേര്, പര്യായ നാമം അതാണ്, ഇല്ലേ? തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല ആദം ഹവ്വ ദമ്പതിമാരെ ഭൂമിയിൽ ജീവിക്കാൻ വിട്ടപ്പോൾ അല്ലാഹു തആല വിളിച്ചിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു തആല എന്താ വിളിച്ചത്? യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് താമസം മാറ്റി വന്ന മനുഷ്യരോട് അല്ലാഹു കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലെ ഒന്നാമത്തെ നിർദ്ദേശം അതാണ്. യാ ബനി ആദം, ഓ ആദമിന്റെ സന്തതികളെ അഥവാ മനുഷ്യരെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, ശൈത്വാൻ നിങ്ങളെ കുഴപ്പത്തിലാക്കാതെ നോക്കിക്കൊള്ളണം. ഏതുപോലെ? കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, ആദമും ഹവ്വാവും സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതരാക്കപ്പെട്ടത് ഏതുപോലെ ശൈത്താൻ പ്രവർത്തിച്ചിട്ടാണോ അതേപോലെ നിങ്ങളെയും അവൻ അപകടത്തിലാക്കാതെ നോക്കിക്കൊള്ളണം. ഇതാണ് അല്ലാഹു തആല മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞ ആദ്യത്തെ ചർച്ച. ഇവിടെ അല്ലാഹു ഉപയോഗിച്ച ചർച്ച നമുക്ക് പിന്നീട് അവസരം ആ വിഷയമാവായിട്ട് വന്നാൽ ഞാൻ സംസാരിക്കാം. ഇപ്പൊ ഇവിടെ അല്ലാഹു ഉപയോഗിച്ച വാക്ക് യാ ബനി ആദം എന്നാണ്. ആദമിന്റെ മക്കളെ അഥവാ മനുഷ്യരെ. അപ്പൊ എന്ത് മനസ്സിലായി? ഒരു സൃഷ്ടി മനുഷ്യൻ എന്ന തസ്തികയിൽ പെടണമെങ്കിൽ അവൻ ആദമിന്റെ സന്തതി തന്നെ ആയിരിക്കണം, ആദമിന്റെ മക്കള് തന്നെ ആയിരിക്കണം. ആദമിന് മുമ്പ് ഈ ഭൂലോകത്ത് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടാവാം, ആദമിന് മുമ്പും ഈ ഭൂലോകത്ത് മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടാവാം. നാം നിഷേധിക്കുന്നില്ല. ശാസ്ത്രവിചാരമനുസരിച്ച് ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുണ്ട് മനുഷ്യാസ്തിത്വത്തിന് എന്ന് പറയാറുണ്ടല്ലോ ആധുനികൻ. ഇത് ഏതടിസ്ഥാനത്തിലാണ്? ആദമിന്റെ അസ്തിത്വത്തെ പരിശോധിച്ചുകൊണ്ടാണോ? ഇല്ല, വല്ലാഹി 12,000 13,000 വർഷത്തിന് മുമ്പ് ആദമിന്റെ അഡ്രസ് ഭൂമിയിൽ കാണുകയില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിൽ ജീവിച്ച കാലം പരിശോധിച്ചു നോക്കിയാൽ ഒരു ഏറി വന്നാൽ ഒരു 12,000 വർഷം. ഇനി ആധുനികന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 15,000 വർഷം. അതിനു മുമ്പ് ആദമിന്റെ അഡ്രസ്സിൽ ഒരു ജീവി ഈ ഭൂമിയിൽ ഇല്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കത് അത്ര പെട്ടെന്ന് ദഹിച്ചോളണമെന്നില്ല. കാരണം എന്താ അറിയോ? ലക്ഷക്കണക്കിന് മോഡേൺ സയൻസിലൂടെ ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നു എന്ന് പഠിപ്പിച്ച ഒരു ജഹാലത്ത് മനസ്സിൽ, വിവരക്കേട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാലത്തോളം ഞാൻ ഈ പറയുന്നത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല. ഇച്ചിരിയൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ താരീഖുൽ ഇസ്ലാം അല്ലെങ്കിൽ താരീഖുൽ ഇൻസാനിയ മനുഷ്യ ചരിത്രം, അതേപോലെ താരീഖുൽ ഇസ്ലാമിയ ഇസ്ലാമിക ചരിത്രം, അതിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് അത് ഗ്രഹിക്കാൻ തുടങ്ങുക. ഇപ്പോഴൊന്നും അതിനെ പറ്റിയ സമയമല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു അവസരം തരികയാണ് എങ്കിൽ നമുക്കപ്പ ചർച്ച ചെയ്യാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ ഈ പുതിയ സൃഷ്ടി, അതെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സൃഷ്ടികളെ കൂട്ടത്തിൽ വളരെ ഫ്രഷായ പുതിയ സൃഷ്ടിയാണ് മനുഷ്യൻ. അൽ ഇൻസാൻ ഫ്രഷ് സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യർക്ക് ശേഷം വേറൊരു സൃഷ്ടി സമൂഹത്തെ പരിചയപ്പെടുത്തിയതായിട്ട് നാം കാണുന്നില്ല. ഖുർആനോ ഹദീസോ മറ്റ് ചരിത്രങ്ങളോ പരിശോധിച്ചു നോക്കിയാൽ മനുഷ്യർക്ക് ശേഷം വേറൊരു പുതിയ സൃഷ്ടി ഭൂലോകത്തുണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സൃഷ്ടികളെ കൂട്ടത്തിൽ പ്രബലന്മാരായ 3 സൃഷ്ടികളെയാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തി തന്നത്. ഒന്ന് മനുഷ്യൻ, മറ്റേത് ജിന്നുകൾ, മൂന്നാമത്തത് മലക്കുകൾ. മലക്കുകളാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിൽ നിന്ന് നിർമ്മിച്ചെടുത്തതാണ്. അല്ലാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് നിർമ്മിച്ചെടുത്തതാണ്. അതുകൊണ്ട് മലക്കുകളുടെ ഉൽപ്പത്തിയെ അന്വേഷിച്ച് സമയം കളയേണ്ടതില്ല. ജിന്ന് എന്ന് പറഞ്ഞാൽ ബനു ഇബിലീസ്, അബ്നാഉ ഇബിലീസ്, ഇബിലീസിന്റെ മക്കൾക്കാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. ഏതുപോലെ ബനു ആദം, ആദമിന്റെ മക്കൾക്ക് മനുഷ്യരെന്ന് പറയുന്നത് പോലെ.
ഈ മേൽപ്പറയപ്പെട്ട രണ്ട് സൃഷ്ടികളും ആദമിന് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ച് സംവിധാനിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്ന രണ്ട് സൃഷ്ടികളാണ്. മനുഷ്യനാവട്ടെ സൃഷ്ടികുലത്തിലെ ഒടുക്കത്തെ സൃഷ്ടിയുമാണ് മനുഷ്യൻ. കാരണം ഇനി ലോകത്തിന് വലിയ കാലതാമസമൊന്നുമില്ല. ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഫയൽ ക്ലോസ് ചെയ്ത് ഭൗതിക ലോകം എന്ന വ്യവസ്ഥിതി നിർത്തലാക്കാൻ ഇനി കുറെ കാലമൊന്നുമില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പറഞ്ഞെന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? മുഹമ്മദ് മുസ്തഫ റസൂലായിട്ട് വരിക എന്നുള്ളതാണ്. ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാകുക എന്നുള്ളതാണ്. അത് സംഭവിച്ചിട്ട് കാലം 1000 ചില്ലാൻ കൊല്ലമായി. അപ്പോൾ ഇനി ഖിയാമത്ത് നാളിലേക്കുള്ള സഞ്ചാരമാണ്. അതുകൊണ്ട് പുതിയ ഫംഗ്ഷൻസോ പുതിയ പരിപാടികളോ പുതിയ പ്രോഗ്രാമുകളോ പുതിയ പദ്ധതികളോ പരിപാടികളൊന്നും ഇനി ഈ മനുഷ്യരുടെ പേരിൽ ഭൂമിയിൽ ഇനി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ അവസാനത്തെ നബിയും റസൂലുമായത്. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശരീഅത്ത് അവസാനത്തെ ശരീഅത്തായത്. പരിശുദ്ധ ഖുർആൻ അവസാനത്തെ കിതാബായത്. അതുകൊണ്ടാണ് ഇനി ഒരു പുതിയ ലോകത്തെ അഭിമുഖീകരിക്കേണ്ടതില്ല. ഖിയാമത്ത് നാളിനെ അഭിമുഖീകരിക്കുന്ന ലോകത്തോട് സംസാരിക്കാൻ പര്യാപ്തമാണ് മുഹമ്മദി റിസാലത്ത് എന്നതിനാൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യനെ മറ്റൊരു തരത്തിൽ പരിചയപ്പെടുത്തി തന്നതെന്താണ്? മരണത്തിന് ശേഷം അല്ലാഹു ആഖിറത്തിൽ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ വെച്ച് മനുഷ്യനോട് സംസാരിക്കുന്ന ചില വാചകങ്ങൾ അല്ലാഹു എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് സൂറത്തു യാസീനിൽ. എന്താണത്? യാ ബനി ആദം അലം അൽഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. ആദർശപരമായ വിചാരണയാണ് ആഖിറത്തിൽ നടക്കുക. ആവശ്യപരമായ വിചാരണ ആഖിറത്തിലില്ല എന്നത് ഒന്നും പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വീകരിക്കേണ്ട രണ്ട് രീതി: ഒന്ന് അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാവലാണ്, രണ്ടാമത്തത് ആദർശം പൂർത്തിയാവലാണ്. ആവശ്യങ്ങൾ പൂർത്തിയാകുന്നത് മരിക്കുന്നത് വരെയുള്ള കാലയളവിലാണ്. ആദർശത്തിന്റെ കൊണ്ടുള്ള ഫലം മരണത്തിന് ശേഷമുള്ള കാലയളവിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യ പൂർത്തീകരണത്തിന് ആവശ്യമായ വസ്തുക്കളെ സപ്ലൈ ചെയ്യുന്നതിന് അല്ലാഹു ഇസ്ലാമിനെ ഷർത്താക്കി വെച്ചിട്ടില്ല. എല്ലാ മതജാതി വിഭാഗങ്ങൾക്കും അല്ലാഹു തആല അവന്റെ ഖദറനുസരിച്ച് ആവശ്യം പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. അവൻ നിരീശ്വരവാദിയായാലും കൊള്ളാം, യുക്തിവാദിയായാലും കൊള്ളാം, ബഹുദൈവവാദിയായാലും കൊള്ളാം, ദ്വൈദൈവവാദിയായാലും കൊള്ളാം, ത്രൈദൈവവാദിയായാലും കൊള്ളാം, ഒരു ദൈവവും ഇല്ല എന്ന് പറയുന്ന തനി നിരീശ്വരവാദിയായാലും കൊള്ളാം, മരിക്കുന്നതിനു മുമ്പ് ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നത് ഒരു തടസ്സവും അല്ലാഹു തആല ചെയ്യുകയില്ല. അത് അല്ലാഹുവിന്റെ വഅദയാണ്. അത് അല്ലാഹുവിന്റെ ഉപാരമായ ഇസ്സത്തിൽപ്പെട്ടതാണ്, മാന്യതയിൽപ്പെട്ടതാണ്. അതേ സന്ദർഭത്തിൽ മരണം മുതൽ അങ്ങോട്ടുള്ള കാര്യത്തെ അല്ലാഹു ചർച്ച ചെയ്യുന്നത് ആദർശപരമായി മാത്രമായിരിക്കും. അവിടെ ഇൻസാനിയത്തിന് ഒരു പ്രസക്തിയും അല്ലാഹു തആല നൽകുകയില്ല. മാനുഷികതയ്ക്ക് ഒരു പ്രസക്തിയും അല്ലാഹു ആഖിറത്തിൽ നൽകുകയില്ല. ആഖിറത്തിൽ അല്ലാഹു ഇസ്ലാമിയത്തിന് മാത്രമേ പ്രസക്തി നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ എത്ര ഉത്കൃഷ്ടനായി ജീവിച്ചവനായാലും ശരി, അതൊക്കെ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ കൂലി വാങ്ങിക്കൊള്ളണം. വല്ലാഹി, മരണത്തിന് ശേഷം ഒരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല ഈമാനിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അത് ഗാന്ധിജി ആയാലും ശരി, മദർ തെരേസ ആയാലും ശരി, മാക്സ് ആയാലും ശരി, എംഗൽസ് ആയാലും ശരി, ആരായാലും ശരി, ഭൂലോകത്ത് എത്രമാത്രം മാനുഷികമായ ജോലികൾ പൂർത്തിയാക്കി ഉത്കൃഷ്ട പദവി സ്വീകരിച്ച ഏത് മനുഷ്യനായാലും ശരി, വല്ലാഹി ഖബർ മുതൽ അങ്ങോട്ട് അയാളുടെ ഒരു പരിപാടിയെ പറ്റിയും അല്ലാഹു ചർച്ച ചെയ്യുകയില്ല. ഇല്ലാ ബിൽ ഇസ്ലാം. മനസ്സിലാകുന്നുണ്ടല്ലോ പറയുന്നത്? ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തരുന്ന പ്രാഥമിക വിഷയങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്കാണ് അല്ലാഹു തആല ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾ മുസ്ലിം ആകുക, നിങ്ങളെ കച്ചവടത്തിൽ ലാഭം തരാമെന്നൊന്നും അല്ലാഹു തആല വഅദ ചെയ്തിട്ടില്ല. നിങ്ങൾ മുസ്ലിമായിട്ട് വാ, എന്നാൽ നിങ്ങളെ മക്കൾക്ക് മക്കളെ തരാമെന്നും അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു വഅദയും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നില്ല. നിങ്ങൾ മുസ്ലിമായിട്ട് വാ, സുബഹി നിസ്കരിച്ചിട്ട് വാ, അല്ലെങ്കിൽ ളുഹർ നിസ്കരിച്ചിട്ട് വാ, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോറ്റിട്ട് വാ, എന്നാൽ നിങ്ങളെ തെങ്ങിൽ തേങ്ങ കായ്പിച്ച് തരാമെന്നൊന്നും അല്ലാഹു തആല വഅദ ചെയ്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈറ്റാക്കുട്ട് കാര്യങ്ങൾ മുഴുവനും ചെയ്യാമെന്നേറ്റത് ഇൻസാനിയത്തിന്റെ പേരിലാണ്, ഒരു മനുഷ്യൻ എന്ന അഡ്രസ്സിലാണ്. ആ അഡ്രസ് അല്ലാഹു തആല കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
ഭൂമിയിൽ ജീവിക്കുന്ന ഏത് മനുഷ്യനായാലും, അള്ളാനെ തെറി പറയുന്ന മനുഷ്യനായാലും ശരി, അള്ളാഹുവിനെ ചീത്ത പറയുന്ന മനുഷ്യനായാലും ശരി, അള്ളാഹു താല ദുനിയാവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അവന്റെ ആദർശത്തെ നോക്കിക്കൊണ്ടല്ല. ആണോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വന്ന സന്ദർഭത്തിൽ അന്ന് ഇറാഖ് ഭരിച്ചത് ആരായിരുന്നു? ജാറത്തിന്റെ ആൾക്കാരായിരുന്നില്ലേ? 5 ഔലിയാക്കന്മാരുടെ ജാറം കെട്ടിപ്പൊക്കി അതിലുള്ള മൗലാനമാരെയും ശൈഖുനമാരെയും വെച്ച് പണക്കാര് രാജ്യം ഭരിക്കുകയായിരുന്നില്ലേ അന്ന്? ഇറാഖിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിവരക്കേടിനെയും വിശ്വാസക്കുറവിനെയും ചൂഷണം ചെയ്ത് മൗലാനമാരും ശൈഖുനമാരെയും ഉപയോഗിച്ച് ആ രാജ്യം ഭരിക്കുകയായിരുന്നില്ലേ അന്ന്? മലഉ ഖൗമി നൂഹ്, നൂഹ് നബിന്റെ ജനത, മേലാളന്മാർ. മല എന്ന് പറഞ്ഞാൽ മേലാളന്മാർ, നേതാക്കന്മാർ ഇല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശ പ്രബോധകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ എന്താ? കഞ്ഞി കാച്ചി കുടിക്കാൻ വൃത്തിയില്ലാണ്ട് ഊരിയിട്ടുകയായിരുന്നില്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം? അതേ അവസരത്തിൽ 5 ജാറത്തിന്റെ ആൾക്കാർ രാജകീയമായി ജീവിക്കല്ലേ, കോടീശ്വരന്മാരായിട്ട്. രണ്ടും കൂടെ താരതമ്യപ്പെടുത്തി നോക്കരുതോ? വദ്, സുവാഉ, യഊഖ്, യഗൂസ്, നസ്ർ, ആ 5 മഹാന്മാരുടെ ഖബർ വെച്ചുകൊണ്ടല്ലേ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്ലാമിൽ ഒരു വിഭാഗം പിരിഞ്ഞു പോകുന്നത്. ആ വിഭാഗത്തെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ലേ നൂഹ് നബി റസൂലായിട്ട് വന്നത്. ആ റസൂലായ ബഹുമാനപ്പെട്ട നൂഹ് നബിക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല. നേരെ മറിച്ച് മറുഭാഗത്തുള്ളവരോ അള്ളാഹുവിന്റെ ശത്രുക്കള ഭാഗത്തുള്ളവരോ ഭാര്യ കോരിക്കൊടുക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്തിനാണെന്നറിയുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇസ്തിദ്റാജ്, കയരൂരി വിടുക. അള്ളാന്റെ രീതി എപ്പോഴും അതാണ്. അള്ളാഹുവിന്റെ എതിരാളികളെ ദുനിയാവിൽ കയരൂരി വിടുക എന്നതാണ് അള്ളാഹുവിന്റെ സുന്നത്ത്, അള്ളാന്റെ നടപടിക്രമം. അത് അന്നും ഇന്നും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് നാടുവിട്ട് സിറിയയിൽ പോയി താമസിച്ചു. സിറിയയിൽ നിന്ന് നാടുവിട്ടിട്ട് മക്കത്ത് പോയി താമസിച്ചു. ഇറാഖിൽ നിന്ന് തന്നെയാണ് ഇറാനിൽ പോയിട്ട് പേർഷ്യയിൽ പോയി താമസിച്ചു, സിറിയയിൽ പോയി താമസിച്ചു. അങ്ങനെ ലോകം ചുറ്റാൻ വിധിക്കപ്പെട്ട പ്രവാചകൻ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെ? സ്വന്തം മക്കളോടൊപ്പം പോലും 2 മാസം ഒന്നിച്ചു കഴിഞ്ഞുകൂടാൻ അവസരം കിട്ടിയിട്ടില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്. അപ്പോഴൊക്കെ അള്ളാന്റെ ഓർഡർ വരും, അപ്പുറത്തേക്ക് പോകും, അപ്പുറത്തേക്ക് പോകും. അപ്പൊ അള്ളാന്റെ ഓർഡർ വരും, ഇപ്പുറത്തേക്ക് പോകും. അതേ അവസരത്തിൽ നമ്രൂദോ സുഖസുഭിക്ഷമായി ജീവിക്കുകയായിരുന്നില്ലേ നമ്രൂദ്? ദുനിയാവിന്റെ അധികാരം, ഭരണം നൽകുന്നതിന് അള്ളാഹു ഇസ്ലാമിയത്ത് ഷർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്രൂദിന് രാജാധികാരം കിട്ടാൻ പാടുണ്ടായിരുന്നോ? ഇനി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലെടുക്കീൻ. ഹദ്റത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചെറിയൊരു ന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങളോടും മൂസ നബിയോടും അല്ലാഹു തആല പറഞ്ഞു, അസ്രി ബി ഇബാദി ലൈലൻ ഫഇന്നഹും മുത്തബഊൻ. ഓ മൂസ, മുസ്ലിമീങ്ങളെയും കൂട്ടിയിട്ട് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പലായനം ചെയ്യണമെന്ന്. നേരം വെളുക്കുമ്പോഴേക്ക് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു അല്ലാഹു തആല. ആരോട്? മൂസ നബിയോട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ന്യൂനപക്ഷം വരുന്ന ഇസ്രായേലി മുസ്ലിമീങ്ങളോട്, കടലിൽ മീൻ പിടിച്ച് ജീവിക്കുന്നവർ, കടലിന്റെ കരയിൽ കൂര കെട്ടി ജീവിക്കുന്നവരാണെന്ന മുസ്ലിമീങ്ങൾ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? നിങ്ങളെ ഈമാനെ സംരക്ഷിക്കാൻ നിങ്ങൾ ഫലസ്തീനിൽ പോയി താമസിച്ചോ, ഇവിടെ താമസിക്കണ്ട എന്ന്. മുസ്ലിമീങ്ങൾ 2 ഗ്രൂപ്പായി. ഒരു ഗ്രൂപ്പ് പറഞ്ഞു എന്തിനാണ് ഞങ്ങൾ പോകേണ്ടത്? ഞങ്ങൾ ഇവിടുത്തെ പാരമ്പര്യക്കാരാണ്, യാക്കൂബ് നബിന്റെ സന്തതികളാണ് ഞങ്ങൾ. ഈജിപ്ത് ഞങ്ങളുടെ പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടിയ നാടാണ്. യാക്കൂബിന്റെ 12 മക്കള്, ആ 12 മക്കളിലൂടെ വന്ന ആ പരമ്പരക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്ക് അവകാശപ്പെട്ടതാണ് ഈജിപ്ത്. ഫിറോൻ പുറത്തുനിന്ന് വന്നവനാണ്, അധിനിവേശക്കാരനാണ്. ഫിറോൻ പുറത്തുനിന്ന് വന്നിട്ട് രാജ്യം ഭരിക്കുന്നവരാണ്. ആ ഫിറോൻ ഇവിടെ തന്നെ രാജ്യവും ഭരിച്ചു കൂടാൻ നമ്മൾ നാട് വിടുക. ഇതെന്ത് പരിപാടിയാ മൂസ നബിയെ? എങ്ങനെയുണ്ട് ഖുർആന? മൂസ നബിയോട് അല്ലാഹു തആല പറഞ്ഞതാ കൂട്ടിയിട്ട് നാട് വിടാൻ. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ വരൂല, ഞങ്ങളുടെ സ്വന്തം നാടായത്, നാട് വിടുന്ന പ്രശ്നമില്ല. അപ്പോൾ തന്നെയാണ് ഈ പൗരത്വ പ്രശ്നവും ദേശീയ പ്രശ്നവും എല്ലാ കാലഘട്ടത്തിലും വന്ന് അങ്ങനെ തന്നെയാ. ഒരു ചെറിയ ന്യൂനപക്ഷം ഞങ്ങൾ ഇവിടുത്തെ പൗരന്മാരാണ്, ഞങ്ങൾക്ക് പൗരത്വം തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ വരൂല എന്ന് പറഞ്ഞു. അവര് ന്യൂനപക്ഷം പറഞ്ഞു മൂസ അള്ളാന്റെ കൽപ്പനയാണെങ്കിൽ ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്ന്. ഇങ്ങനെയുണ്ട് 2 ഗ്രൂപ്പ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരെയും കൂട്ടി ഫലസ്തീനിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടു. ഫറോവയോ സുഖസുഭിക്ഷമായി രാജ്യം ഭരിക്കുകയായിരുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല ആദർശപരമായ ഷർത്തും വെച്ചിട്ടാണോ ഫറോവന്റെ കയ്യിൽ ഈജിപ്തിന്റെ അധികാരം നൽകിയത്? ആണോ?
അങ്ങനെ വാ, ചരിത്രത്തിലേക്ക് വാ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും കഞ്ഞി കാച്ചി കുടിക്കാൻ നിവൃത്തിയില്ലാതെയുമല്ലേ മക്കയിൽ 13 കൊല്ലക്കാലം കഴിച്ചു കൂട്ടിയത്. ആ സന്ദർഭത്തിൽ അബൂജഹലും അനുയായികളും സ്വർണത്തിന്റെ കിണ്ണത്തിന് വെള്ളിയുടെ കയ്യിൽ കൊണ്ട് കഞ്ഞി കുടിക്കുകയായിരുന്നില്ലേ? പേർഷ്യൻ രാജാക്കന്മാര് സുഭിക്ഷമായി രാജ്യം ഭരിക്കുകയായിരുന്നില്ലേ? റോമൻ രാജാക്കന്മാര് സുഭിക്ഷമായി രാജ്യം ഭരിക്കുകയായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖായ അള്ളാഹുവിന്റെ ഹബീബായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? ശുഅബ് അബീ താലിബ് താഴ്വരയിൽ പോയിട്ട് മരത്തിന്റെ ഇല പറിച്ച് തിന്നിട്ട് ജീവിച്ചു 3 കൊല്ലം, അല്ലേ? ആരോട് അള്ളാഹ്ക്ക് ഇഷ്ടം? പേർഷ്യനോടോ, റോമിനോടോ, അബൂജഹലിനോടോ? നമ്മൾ ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് ദുനിയാവിന്റെ സൗകര്യം കിട്ടലാണ് മുസ്ലിമീങ്ങൾ ഇസ്ലാമിന്റെ ഗുണം, മുസ്ലിമായുള്ള ഗുണം, ദുനിയാവിൽ താല്പര്യം കിട്ടല, രാജ്യം ഭരിക്കാൻ അവകാശം കിട്ടല. അങ്ങനെ ഡൽഹിയിൽ ഒരു 10 എംപിമാരുണ്ടായാൽ, തിരുവനന്തപുരത്ത് ഒരു 15 MLA-മാരുണ്ടായാൽ മുസ്ലിം കാര്യങ്ങൾ ഇല്ല. ദീനുൽ ഇസ്ലാമിന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. കാരണം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് രാജ്യം ഭരിക്കാൻ ഇന്ന ആദർശക്കാരനായിരിക്കണമെന്ന് അള്ളാഹ്ക്ക് ഒരു വ്യവസ്ഥിതിയുമില്ല. എവൻ രാജ്യം ഭരിച്ചാലും ശരി, ന്യൂനപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് അവരുടെ തൗഹീദ് ക്ലിയർ ആണെങ്കിൽ ഇസ്ലാമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം അള്ളാഹു ചെയ്തു തരാമെന്ന വാഴത. ആരോ രാജ്യം ഭരിച്ചോട്ടെ. ചിലപ്പോൾ ഫാസിസ്റ്റുകൾ രാജ്യം ഭരിച്ചെന്ന് വരും, ചിലപ്പോൾ സയണിസ്റ്റുകൾ രാജ്യം ഭരിച്ചെന്ന് വരും, ഫലസ്തീൻ ഭരിക്കുന്നത് പോലെ. ചിലപ്പോൾ ഫാസിസ്റ്റുകൾ രാജ്യം ഭരിച്ചെന്ന് വരും, ഇന്ത്യ പോലെ. ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ രാജ്യം ഭരിച്ചെന്ന് വരും, റഷ്യ പോലെ, കേരളം പോലെ. ചിലപ്പോൾ സെക്യുലറിസ്റ്റുകൾ രാജ്യം ഭരിച്ചെന്ന് വരും, മിഡിൽ ഈസ്റ്റ് പോലെ. ആര് രാജ്യം ഭരിച്ചാലും ശരി, ആ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷം അവരാരാണ്? മുവഹിദുകളാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്, കരാറ് കൊടുത്തവരാണ്, ഉടമ്പടി ചെയ്തവരാണ്. ആ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്ന ആ നന്നച്ചെറിയ ന്യൂനപക്ഷത്തോട് അല്ലാഹു തആല പറഞ്ഞത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം. നിങ്ങളെ പൂർവികന്മാരായ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഭൂമിയിൽ ജീവിക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി കൊടുത്തതുപോലെ നിങ്ങൾക്കും ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ നാം യോഗ്യത തെളിയിക്കണം. മുസ്ലിം ന്യൂനപക്ഷം യോഗ്യത തെളിയിക്കണം. കാനശിമാരി മുസ്ലിം ആയ ശരിയാവില്ല, OBC ആയ ശരിയാവില്ല. OBCന്റെ 5 ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു തരാറുണ്ട് സാധാരണ ഞാൻ. ഒരു രാജ്യത്തൊരു മുസ്ലിം OBC ആവാൻ, തനി സെക്യുലർ ആകാൻ 5 യോഗ്യത മതി. എന്താണ് 5 യോഗ്യത? ഉമ്മ പ്രസവിച്ച ഉടനെ അറബി ഭാഷയിൽ പേരിടുക. രണ്ടാമത്തെ യോഗ്യത, 6 or 7 വയസ്സ് പ്രായമായാൽ ഒസാനെ കൂട്ടിക്കൊണ്ടിട്ട് താഴ്ഭാഗത്തുനിന്ന് 4 ഇഞ്ച് നീളത്തിൽ മുറിച്ചു കളയുക. മൂന്നാമത്തെ യോഗ്യത, മീശ കറുക്കാൻ തുടങ്ങിയാൽ പൊള്ളാച്ചി ചന്തയിലെ പോത്തിന് വില പറയും പോലെ സ്ത്രീധനം പറഞ്ഞുറപ്പിച്ച് കാവ്യാര് വന്ന് അങ്കഹത്തുക്ക വസ്സവ്വൈതുക കൊടുങ്കയത്തിലേക്ക് അൽഫാത്തിഹ കല്യാണം കഴിച്ചു വിടുക. മൂന്നാമത്തെ യോഗ്യത. നാലാമത്തെ യോഗ്യത, മരിച്ചാൽ പണ്ടേതോ ആജിയാര് വഖഫ് ചെയ്ത ഖബർസ്ഥാനിൽ ഫ്രീ ആയിട്ട് കബറടക്കുക. അരടി മണ്ണ് ഫ്രീ ആണ്. അങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് 1 കോടി ഉറുപ്പ്യ വിലയുള്ളപ്പോഴും മരിച്ചവനിക്ക് 6 അടി മണ്ണ് ഫ്രീ ആണ്, അല്ലെ? പൈസ കൊടുക്കണം. പൈസ എങ്ങാനും കൊടുത്തിട്ട് കബറടക്കാൻ മെനക്കിട്ട കാസർഗോട്ടൊക്കെ ഏത് കബറിലടക്കുക? ആയിരിക്കാ പൈസ കൊടുക്കാൻ കഴിയുക? ഒരു പെട്ടിപ്പുഴി ഉണ്ടാക്കേണ്ട സ്ഥലം വേണ്ടേ ഒരു കബർ ഉണ്ടാക്കണമെങ്കിൽ? അഞ്ചാമത്തെ യോഗ്യത, 3-ാം പാത്യ 7-ാം പാത്യ അൽഫാത്തിഹ പറഞ്ഞ് ബിരിയാണിയും തിന്നിട്ട് നാട്ടുകാർ പിരിയുക. ഈ 5 യോഗ്യതയുണ്ടായാൽ ഇന്ത്യൻ രീതി അനുസരിച്ച് അവൻ OBC ലിസ്റ്റിൽപ്പെട്ടവനാണ്, പാരമ്പര്യ മുസ്ലിം. അതുകൊണ്ട് അള്ളാന്റെ ലിസ്റ്റിൽ ആദർശ മുസ്ലിം ആകുകയില്ല. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ആദർശ മുസ്ലിമാണെന്ന് തെളിയിക്കണം. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാർ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവണം. എന്താണ് കരാറ്? അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിച്ചോളാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ആരോടാ പറയണത്? അള്ളാഹിനോടാ പറയേണ്ടത്. അതാണ് സാക്ഷ്യം, കലിമത്തു ഷഹാദ, സാക്ഷ്യവചനം. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വരികയാണ്, അല്ലാഹു തആല ദീനിനെ പഠിപ്പിക്കുന്നത് 3 കാറ്റഗറികളിലായിട്ടാണ്. ഒന്നാമത്തത് ഇസ്ലാം, രണ്ടാമത്തത് ഈമാൻ, മൂന്നാമത്തത് ഇഹ്സാൻ. 1-ാം ക്ലാസ്സിലാണ് മുസ്ലിം. 1 മുതൽ 4 വരെയുള്ള LP സ്കൂളിൽ മുസ്ലിം. അവിടെ നിന്ന് അങ്ങോട്ട് 10 വരെയുള്ള കാലഘട്ടം മുഅ്മിൻ. അവിടെ നിന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി തലം മുഹ്സിൻ. നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു കൊണ്ടുക വെച്ചെങ്കിൽ മെഹ്റാബിന്റെയും മിമ്പറിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. ആ അള്ളാഹു അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്.
ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി തന്നു അല്ലാഹു തആല. ബുനിയൽ ഇസ്ലാം, ഇസ്ലാം എന്ന ബിൽഡിംഗ് നിർമ്മിക്കപ്പെട്ടത് അലാ ഖംസിൻ, 5 തൂണിലാണ്. ഒന്നാമത്തെ തൂണ് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമക്ക് കരാറ് ചെയ്തുറപ്പിക്കലാണ്. ഷഹാദ കരാർ, ഉടമ്പടി. അറബിയിൽ അങ്ങനെ പറയാ, അറിയാം. ഈ അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കമ്പനികൾ പരസ്പരം കരാറ് ചെയ്തതിന് ഷഹാദ എന്നാ പറയാ. കരാറ് ചെയ്തിട്ട് പിന്നെ മുതലാളി അല്ലെങ്കിൽ എഞ്ചിനീയറും മുതലാളിയും തമ്മിൽ എന്തെങ്കിലും ബിൽഡിംഗ് നിർമ്മാണത്തിന് കരാറായി കഴിഞ്ഞാൽ ഈ ഷഹാദ എന്നാ പറയാ. ആ ഷഹാദ തന്നെയാണ് ഈ ഷഹാദയും. ഉപയോഗിച്ചത് 2 ആവശ്യത്തിന് വേണ്ടി മാത്രം. ഏറ്റവും വലിയ ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദയാണ്. വീടുണ്ടാക്കാനുള്ള ഷഹാദ, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, പിന്നെ സ്കൂളിൽ നിന്ന് പാസ്സായാലുള്ള ഷഹാദ, അല്ലെങ്കിൽ ഡിഗ്രി കിട്ടിയാലുള്ള ഷഹാദ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും കോൺട്രാക്ട് പണിക്ക് വേണ്ടിയിട്ട് കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടുന്ന അതിന് ഷഹാദ എന്നാ പറയുക. ഇത് അള്ളാഹുമായിട്ട് നടത്തിയ കരാറാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം. ആ ഒന്നാമത്തെ കാര്യത്തിൽ ഒന്നാമത്തതായ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ള ഷഹാദ കൃത്യമായി നിർവഹിക്കുന്ന മുസ്ലിമീങ്ങളോടാണ് അല്ലാഹു തആല ചെയ്തത്. ലോകത്ത് എപ്പോഴും സംഭവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. പ്രശ്നങ്ങളില്ലാത്തൊരു കാലഘട്ടം ഉണ്ടാവൂല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ലാതെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു സുപ്രീ കിടന്നുറങ്ങി, ഒരു പായി കിടന്നുറങ്ങി ഒരു സുപ്രീയിൽ തിന്നിട്ട് ജീവിക്കാമെന്നാരും കരുതണ്ട. കാരണം ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്ന കാലത്തോളം എതിരാളികളും ശത്രുക്കളും ഉണ്ടാകും. എന്താ കാര്യം? അല്ലാഹു തആല പറഞ്ഞു, കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ. എന്താണ് അദാവത്ത്? എന്താണ് അദുവ്? ശത്രു. അദുവ് എന്നുള്ള മൈന ശത്രു. കദാലിക ഇപ്രകാരം ജഅൽനാ നാം ഉണ്ടാക്കിയിട്ടുണ്ട് ലികുല്ലി നബിയ്യിൻ എല്ലാ നബിമാർക്കും, ഏതെങ്കിലും നബിക്കെന്നല്ല, ലികുല്ലി നബിയ്യിൻ എല്ലാ നബിമാർക്കും അദുവൻ ശത്രുക്കളെ നാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഷയാത്തീനൽ ഇൻസി മനുഷ്യ പിശാചുക്കളായ ശത്രുക്കൾ, വൽ ജിന്നി ജിന്ന് പിശാചുക്കളായ ഭൂതപിശാചുക്കളായ ശത്രുക്കൾ. ഖുർആൻ ഇതിൽ മനസ്സിലാകുന്നത് എന്താണ്? 1,24,000 നബിമാരിൽ 313 മുർസലീങ്ങൾ. മുർസലീങ്ങളുടെ റിസാലത്ത് പ്രവർത്തന മൈതാനം തുടങ്ങുന്നത് തന്നെ മറുപക്ഷത്ത് കൃത്യമായ ശത്രുവിനെ നിർത്തിക്കൊണ്ടാണ്. ഇത് അള്ളാന്റെ സുന്നത്താണ്. ആ സുന്നത്ത് മാറ്റാൻ ലോകത്താരും വിചാരിച്ചാലും സാധിക്കൂല. ഉലകത്തുള്ള രാജ്യങ്ങളെല്ലാം കൂടിയിട്ട് ഐക്യരാഷ്ട്രസഭയുണ്ടാക്കി മുസ്ലിം കാര്യങ്ങൾ, മുസ്ലിം ഐക്യരാജ്യം എല്ലാരും കൂടിയിട്ട് തീരുമാനിച്ചു പ്രശ്നങ്ങൾ നിർത്താൻ. വല്ലാഹി നിർത്താൻ കഴിയില്ല. കാരണം അള്ളാന്റെ സുന്നത്താണ്. വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാന്റെ സുന്നത്ത് മാറ്റാൻ ആരെ കൊണ്ടും പറ്റൂല എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. എന്തിനാണത്? ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് കരാറ് പറഞ്ഞ ന്യൂനപക്ഷം വരുന്നവർ ആ കരാറിന്റെ കരാറ് ഏത് രീതിയിലാണ് പൂർത്തിയാക്കുന്നത് എന്ന് പരിശോധിക്കാൻ. ലോകത്തുള്ള മുഴുവൻ സംഭവങ്ങളും അതിനു വേണ്ടിയുള്ളതാണ്. ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സ പ്രശ്നമായാലും, മക്കത്ത് മസ്ജിദുൽ ഹറാമിന്റെ പ്രശ്നമായാലും, ഇന്ത്യയിൽ ബാബരി മസ്ജിദ് ആയാലും, ഭൂലോകത്ത് എവിടെ ഏതെല്ലാം കാലം മുതൽ ഇങ്ങോട്ട് ആധുനികമായും ഇനി അങ്ങോട്ടും എന്തെല്ലാം പ്രശ്നങ്ങൾ മുസ്ലിമീങ്ങളെ ഒരു പക്ഷത്ത് നിർത്തി മറുപക്ഷത്തു നിന്നിട്ടുകൊണ്ടുണ്ടാകുന്നുവോ അത് അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? ദുനിയാവിന് എന്താ അർത്ഥമുള്ളത്? ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോകേണ്ട സാധനമാണെങ്കിൽ തിന്നു കുടിച്ചുറങ്ങിയിട്ട് കഴിയേണ്ടതാണ് ദുനിയാവെങ്കിൽ ഇപ്പൊ എന്താ അടിസ്ഥാനമാണ് ദുനിയാവിനുള്ളത്? അല്ലെങ്കിൽ തന്നെ അല്ല പിന്നെ 313 മുസ്ലിങ്ങളുടെ റിസാലത്തിന് എന്ത് വിലയാ? പിന്നെ 1,24,000 നബിമാർക്ക് പിന്നെ എന്ത് വിലയാ? ആകാശത്ത് നിന്നിറങ്ങിയ 4 കിതാബുകൾക്ക് പിന്നെ എന്ത് വിലയാ? ആകാശത്ത് നിന്നിറക്കിയ ഏടുകൾക്ക്, സുഹുഫുകൾക്ക് പിന്നെ എന്ത് വിലയാ? ഇതൊക്കെ എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി ഇരുന്നിട്ട് തീരുമാനിക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ ഇല്ല, വല്ലാഹി അത് നടക്കൂല. ഇവിടെ അല്ലാഹു തആലക്ക് അറിയേണ്ടത് ഏത് രാജ്യത്ത് എന്ത് സംഭവിച്ചാലും, ഇന്ത്യയിൽ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംഭവിച്ചാലും, മക്കയിൽ മസ്ജിദുൽ ഹറാം, സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ മസ്ജിദുൽ ഹറാമുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംഭവിച്ചാലും, ഫലസ്തീനിൽ മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംഭവിച്ചാലും, ഇവിടെ അല്ലാഹു തആലക്ക് അറിയേണ്ടത് ഈ കാര്യത്തിൽ പൂർവീക ചരിത്രത്തെ അവലംബമാക്കിക്കൊണ്ട് തൗഹീദ് പൂർത്തിയാക്കിയ, റിസാലത്ത് പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തിയ
ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിനെ, മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദത്തിനെ കൃത്യമായി ദൈനംദിന ജീവിതത്തിൽ പ്രശ്നത്തിൽ ഉപയോഗപ്പെടുത്തിയവർ ആര് എന്ന് പരിശോധിക്കാനാണ് ഈ വിഷയങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കുന്നത്. സമയം വരുമ്പോൾ ആ പ്രശ്നം അല്ലാഹു തആല തീർക്കും. അത് അല്ലാഹുവിന്റെ മശിയത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തീർത്തില്ലേ? റോമൻ സാമ്രാജ്യത്വ ശക്തികള് ഭൂലോകത്ത് ഖിയാമത്ത് നാൾ വരെ ക്രിസ്ത്യാനിസം മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് തീരുമാനിച്ചു. റോം ക്രിസ്ത്യാനിസത്തിന്റെ കീഴിലായിരുന്നു അന്ന്. ക്രിസ്ത്യാനികൾ മാത്രമേ ലോകത്ത് നിലനിൽക്കാൻ പാടുള്ളൂ, ക്രിസ്ത്യാനിസം അത് മാത്രമേ ആദർശം എന്ന നിലക്ക് ലോകത്ത് നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് റോമൻ രാജാക്കന്മാർ തീരുമാനിച്ചു. പുരോഹിതന്മാരെ, അവരുടെ മൗലാനമാരെയും അവരുടെ ശൈഖുനമാരെയും കൂട്ടി 1000ഓളം കൊല്ലം നീണ്ടുനിന്ന ചർച്ചയാണ് ഭൂലോകം മുഴുവനും ഏകലോക സംസ്കാരമായി ക്രിസ്ത്യാനിസത്തെ കൊണ്ടുവരാൻ എന്താണ് വഴി എന്നതിനെ പറ്റിയുള്ള ചർച്ച ഇല്ലേ? ആ ചർച്ചയിൽ അവസാനം വന്നത് എന്താണ്? ഇബ്രാഹിമി മില്ലത്ത് നിലനിൽക്കുന്ന കാലത്തോളം ക്രിസ്ത്യാനിസം ലോകത്തിന്റെ മതമാക്കാൻ കഴിയില്ല. ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് കഅബാലയം കേന്ദ്രമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനമുള്ള കാലത്തോളം നമുക്ക് ഏകലോക സംസ്കാരമാകാൻ പറ്റുകയില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് എന്താണ്? അടുത്ത തലമുറകൾ 100, 200, 500 കൊല്ലം കഴിഞ്ഞിട്ടും ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് അറബികൾ എന്നും ആ അറബികളുടെ കേന്ദ്രമായ ഹിജാസും ആ ഹിജാസിന്റെ കേന്ദ്രമായ കഅബയും മസ്ജിദുൽ ഹറാമും ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ചരിത്രത്തിലുള്ള കാലത്തോളം ലോകത്തുള്ള മനുഷ്യർക്ക് ചരിത്രം പഠിക്കേണ്ടി വരും. ഇബ്രാഹിമിന്റെ 2 ആൺമക്കളിൽ ഒന്ന് ഇസ്മായിലാണ്. ഇസ്മായിലിന്റെ പാരമ്പര്യത്തിന്റെ കേന്ദ്രം മക്കയാണ്. രണ്ടാമത്തത് ഇസ്ഹാഖാണ്. ഇസ്ഹാഖിന്റെ പാരമ്പര്യത്തിലെ കേന്ദ്രം ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. ഈ രണ്ടാമത് പറഞ്ഞ കേന്ദ്രം അത് നിലനിൽക്കുന്ന കാലത്തോളം ഭൂലോകത്ത് ക്രിസ്ത്യാനികൾക്കോ ജൂതന്മാർക്കോ ഒരു ഏകലോക സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല എന്നവർക്കറിയാം. അതുകൊണ്ട് അവരെന്താ തീരുമാനിച്ചത്? കഅബാലയത്തെ പൊളിച്ചു മാറ്റുക. ചരിത്രം അറിയാലോ. ഒരു സുപ്രഭാതത്തിന് ഇവിടുത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിലെ കുറെ കീറാമുട്ടികൾ ഒന്നിച്ചിരുന്നിട്ട് മദ്യവും കുടിച്ച് അല്ലെങ്കിൽ കഞ്ചാവും വലിച്ചിട്ട് തീരുമാനിച്ചതാണോ ബാബരി മസ്ജിദ് പൊളിക്കുക എന്നുള്ള നയം? അതോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ ആവർത്തനം എന്ന നിലക്ക് ഫാസിസ്റ്റുകളും സയനിസ്റ്റുകളും പഠിപ്പിച്ചു കൊടുത്ത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു അവർ? എന്താണ് സംഭവിച്ചത്? ചരിത്രത്തെ ചരിത്രവുമായി കൂട്ടിവായിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിക്കണം, നമ്മുടെ സാധാരണക്കാർക്ക് സാധിക്കണം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സാധിക്കണം. അപ്പോൾ പിന്നെ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ടെൻഷനാകുന്ന വിഷയം മുസ്ലിമീങ്ങൾക്കില്ല. അതിനെ ആദർശപരമായി നേരിടുന്ന പ്രശ്നമേ മുസ്ലിമീങ്ങൾക്കുള്ളൂ. എന്നിട്ടല്ലേ അന്ന് റോമിന്റെ നേതൃത്വത്തില് 1000ഓളം കൊല്ലം പഴക്കമുള്ള ചർച്ചയല്ലേ അത്? കഅബാലയം പൊളിച്ചു മാറ്റുക. പകരം നമുക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്തൊരു ചർച്ച് പണിയുക. കഅബാലയത്തിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച്, കഅബാലയത്തിന്റെ കല്ലും മണ്ണും ഉപയോഗിച്ച് നമുക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്തൊരു ചർച്ച് പണിയുക. ആ ചർച്ചാണ് ഇബ്രാഹിമി മില്ലത്തിലെ ആധികാരിക കേന്ദ്രമെന്ന് വരും തലമുറയോട് പറയുക. എന്താണ് ചരിത്രപരം? ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഗീബൽസിയൻ തിയറിയാണ്. ഒരു കള്ളത്തരത്തെ 1000 തവണ 1000 നാക്കുകൊണ്ട് പറഞ്ഞാൽ വരും തലമുറ അത് സത്യമാണെന്ന് വിശ്വസിക്കും. വിശ്വസിച്ചില്ലേ? ബാബരി മസ്ജിദ് എന്ന സാധനത്തിനെ ആരും പൊളിച്ചിട്ടേ ഇല്ല എന്ന് 25 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞപ്പോൾ അത് അണ്ണാക്ക തൊടാതെ വിഴുങ്ങാൻ ആളെ കിട്ടിയില്ലേ? ഇത് തന്നെയാണ് ഗീബൽസിയൻ തന്ത്രം. അതാണ് നസാറ തന്ത്രം, റോമൻ തന്ത്രം. അതാണ് റോമൻ തന്ത്രം. ആ തന്ത്രം അനുസരിച്ചാണ് സംഭവിച്ചത് കഅബാലയം പൊളിക്കാൻ. അതിനെന്താ ചെയ്തെന്നറിയോ? അവരുടെ കോളനിയായിരുന്നു അന്ന് യമൻ. റോമിന്റെ കോളനിയാണ് അന്ന് യമൻ. യമൻ ഭരിക്കുന്നത് അബ്രഹത്താണ്. അബ്രഹത്തിന് ശക്തം കെട്ടി കഅബാലയത്തെ പൊളിക്കാനുള്ള പട്ടാളത്തെ ഏർപ്പാടാക്കാൻ. അങ്ങനെ അബ്രഹത്ത് പരിശ്രമിച്ച് വർഷങ്ങളോളം മെനക്കെട്ട് ആനപ്പട്ടാളത്തെയും കുതിരപ്പട്ടാളത്തെയും ഉണ്ടാക്കി കഅബാലയത്തെ പൊളിക്കാൻ. തുടർന്ന് സംഭവിച്ചത് എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്ന് പറയാം. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇസ്ലാം ദീനിനെ പഠിപ്പിക്കാനാണ്. പ്രശ്നം പരിഹരിച്ച് സുഖമായി ജീവിക്കാനല്ല. മുസ്ലിമീങ്ങളെ ഉത്തരവാദിത്വം നാട്ടിലടക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് സുഖമായി ജീവിക്കലല്ല, മറിച്ച് പ്രശ്നത്തെ ആദർശപരമായി നേരിട്ട് അല്ലാഹുവിന്റെ ഇടപെടലുകളെ കാത്തിരിക്കലാണ്. അതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം. പ്രശ്നങ്ങൾ അതിനുവേണ്ടിയുള്ളതാണ്.
പ്രശ്നങ്ങൾ രാഷ്ട്രീയമായാലും ശരി, അന്തർദേശീയമായിരുന്നാലും ശരി, ദേശീയമായാലും ശരി, പ്രാദേശികമായാലും ശരി, സാമ്പത്തികമോ സാമുദായികമോ എന്തു തന്നെയായിരുന്നാലും ശരി, ഒരു രാജ്യത്ത് പ്രശ്നമുണ്ടാകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ രാജ്യത്തുള്ള മുസ്ലിം ഉമ്മ എന്ത് നയം സ്വീകരിക്കുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അള്ളാഹ്ക്കറിയാനാണ്. നമുക്ക് തുടരാം ഇൻഷാ അല്ലാഹ്. ദീനുൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ നമ്മൾ പണ്ട് 5ാമത്തെ വയസ്സിൽ ബാപ്പ കൊണ്ടുപോയിട്ട് മദ്രസയിൽ ചേർത്തപ്പോ മദ്രസയിൽ നിന്ന് മൊല്ലാക്ക പഠിപ്പിച്ചെന്ന ഒന്നാമത്തെ കാര്യമില്ലേ, അതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർന്നിട്ട് മതി, അപ്പുറത്തേക്ക് കടങ്ങും. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. 10, 25, 30, 40, 50, 60 വയസ്സുള്ള ആള് പണ്ട് മദ്രസയിൽ ചേർന്ന മൊല്ലാക്ക എന്താ പഠിപ്പിച്ചു തരിക? ഇസ്ലാം കാര്യം 5 അവകൾ അറിയല് ഫർളല്ലേ, കലിമ ഷഹാദത്ത് അതിലൊന്നല്ലേ. കേട്ടില്ലേ? പാട്ട് പഠിച്ചിട്ടില്ലേ പണ്ട് മദ്രസയിൽ നിന്ന്? അതന്നെ, അതിൽ ഒന്നാമത്തെ കാര്യം ഷഹാദ. എന്താണ് ഷഹാദന്റെ മയന? എന്താണ് മലപ്പുറത്തെ മൊല്ലാക്കാന്ന് പഠിപ്പിച്ചെന്നിരിക്കുന്നത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കറിയാൻ അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാന്റെ തിരുദൂതരും പ്രവാചകനുമാണെന്ന് ഞാൻ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. അർത്ഥം അറിഞ്ഞിട്ടില്ല, മനസ്സിലുറപ്പിച്ചിട്ടില്ല, നാവ് കൊണ്ട് വെളിവാക്കിയിട്ടില്ല. അന്ന് ചൊല്ലി പഠിച്ചു. അത് നമുക്കൊന്ന് ചർച്ചക്ക് വെക്കുക, ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പണ്ട് 1ാം ക്ലാസ്സിൽ നിന്ന് മൊല്ലാക്ക നമ്മളെ മദ്രസയിൽ വെച്ച് പഠിപ്പിച്ചെന്ന ഒന്നാമത്തെ അർത്ഥം പറഞ്ഞ് മനസ്സിലുറപ്പിച്ച കാര്യമുണ്ടല്ലോ, എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്, എന്താണ് വെളിവാക്കി പറയേണ്ടത്, അതിന്റെ വിശദീകരണമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി അതിന് പുതിയ മുഖമൊന്നും നൽകേണ്ടിയില്ല. അന്ന് ആ ഒന്നാമത്തെ കാര്യത്തിന് ആ അർത്ഥം പറഞ്ഞ് പിന്നെ നിസ്കാരവും നോമ്പും സക്കാത്തും പഠിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇതിന്റെ വിശദീകരണം പഠിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. 1200 കൊല്ലമായി 1200 കൊല്ലമായി ലോകത്ത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. 100 കൊല്ലത്തിനിപ്പുറത്താണ് കേരളത്തില് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. 1200 കൊല്ലത്തെ ചരിത്രത്തിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പഠിച്ചു നോക്കാം ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം. ഖുതുബയിൽ എന്താ കേട്ടത് എന്ന് വെച്ചാൽ, ഉമ്മാക്കും പെങ്ങന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇസ്ലാം കാര്യം 5 അവകൾ അറിയല് ഫർളല്ലേ, അതിലൊന്നാമത്തത് ഷഹാദത്തല്ലേ. ആ ഷഹാദത്താണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറയണം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. അതനുസരിച്ച് അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീക്കും സൗഭാഗ്യവും അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് നസീബാക്കി തരട്ടെ. ഈ മഹാവ്യാധി അള്ളാഹു അവന്റെ ഖുദ്റത്ത് അവന്റെ ഔദാര്യം കൊണ്ട് എത്രയും പെട്ടെന്ന് ലോകത്തുനിന്ന് പിൻവലിക്കുകയും പൂർവാവസ്ഥ അള്ളാഹു അവന്റെ അടിമകളുടെ മേൽ അവന്റെ ദയ കൊണ്ട് നടപ്പിലാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما.